ശ്രീ ഷോൺ ജോർജ്, CMRL കമ്പനിക്ക് കരിമണൽ ഖനന അനുമതിയില്ല എന്നാണ് മൈനിംഗ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അനുമതിയുള്ള 3 കമ്പനികളിൽ CMRL കമ്പനി ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ ജനം TVക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഗുരുതരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം മാസപ്പടി വിവാദങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ വരുമ്പോൾ 2019 നിയമ ഭേദഗതി കൊണ്ടുവന്ന് അത് ലൈസൻസ് റദ്ദാക്കേണ്ടുന്ന CMRLന്റെ കാര്യമാണ് 2023 വരെ സംസ്ഥാന സർക്കാർ വെച്ച് വൈകിപ്പിച്ചത് എന്നുള്ളതാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ വിഷയത്തെ? തീർച്ചയായിട്ടും 2019 പൊതുമേഖലയിൽ മാത്രമേ കരിമണൽ ഉൾപ്പെടെയുള്ള ഖനനങ്ങൾ പാടുള്ളൂ എന്ന് കർശനമായ നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ്. അങ്ങനെ കൊണ്ടുവന്ന നിയമത്തിന്റെ അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ അത് അഡ്വക്കേറ്റ് ജനറലിന്റെ ലീഗൽ ഒപ്പീനിയനെ വിട്ടിട്ട് 5 വർഷം കഴിഞ്ഞും അതിന്മേൽ തീരുമാനം എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അതിന്റെ പുറകിൽ എത്ര വലിയ അഴിമതി ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ ഗുരുതരമായ മൈനിങ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒത്തിരി കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. മാസങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് ജൂൺ മാസം 15-ാം തീയതിക്കുള്ളിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോ കേന്ദ്രത്തിന്റെ വിവിധ ഏജൻസികളുടെ പരിഗണനയിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഒരു 1-2 മാസത്തിനുള്ളിൽ പുറത്തുവിടും. കേരളം ഞെട്ടുന്ന രീതിയിലുള്ള ഒത്തിരി ഇടപാടുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി, എന്തായാലും CMRL വിവാദവും മാസപ്പടി വിവാദവും ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. അതോടൊപ്പം ഈ നമുക്ക് വിവരാവകാശ രേഖ വഴി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യം കൂടി മൈനിംഗ് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അനധികൃത പാറമടകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അനധികൃത പാറമടകളെ പറ്റി അറിവില്ല എന്നാണ് മൈനിംഗ് വകുപ്പ് നൽകുന്ന വിശദീകരണം. അതും എത്രമാത്രം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമാണ്? ഈ അനധികൃതമായ മടകൾ എന്ന് വെച്ചാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ മേഖലയിലൊക്കെ ബിൽഡിംഗ് പെർമിറ്റുകൾ എടുക്കുക, അല്ലെങ്കിൽ കുളം പണിയാൻ പെർമിറ്റുകൾ എടുക്കുക, വലിയ രീതിയിൽ പാറ പൊടിച്ച് വിൽക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. അതാത് സ്ഥലത്തെ CPMന്റെ പ്രാദേശിക നേതൃത്വങ്ങളും അതെല്ലാം പാർട്ണർമാരാണ്. ഞാനിപ്പം കണ്ടിട്ടോളം എല്ലാ CPMന്റെ ലോക്കൽ സെക്രട്ടറിമാരെ, ഏരിയ സെക്രട്ടറിമാരെ ഇവരുടെ അനുമതിയോട്, കാരണം സ്വാഭാവികമായിട്ട് പാറ പൊട്ടിച്ചെടുത്ത് കടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ CPMന്റെ ഇടപെടും. പിന്നീട് അത് CPMന്റെ പാർട്ടി ഓഫീസിൽ വെച്ച് സെറ്റിൽ ചെയ്യും. അതിനുശേഷം ആണ് അവിടെ ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പൊ അനധികൃതമായ ഒരു ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്ക് പാറ പൊട്ടിക്കാം. ആ പാറ പൊട്ടിച്ച് കടത്തുമ്പോൾ CPMന് കിട്ടാനുള്ള അവിടെ കിട്ടിയാൽ കേരളത്തിൽ അങ്ങനെ ആയിരക്കണക്കിന് അനധികൃത പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെ, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചതിന്.